14 നിർദ്ദേശങ്ങളിൽ ഇറാന്റെ പ്രതികരണം ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ മറുപടി എപ്പോൾ കൈമാറുമെന്നത് സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഒന്നുമില്ല. ശത്രുവിന്റെ ഏത് നീക്കവും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് IRGC വ്യക്തമാക്കി. ഇറാൻ സംഘർഷം ഉടൻ തീരുമെന്ന പ്രതീക്ഷയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമുള്ളത്. ഇല്ലെങ്കിൽ ലോകം വലിയ വില നൽകേണ്ടി വരുമെന്നും പുടിന്റെ മുന്നറിയിപ്പുണ്ട്. ഹോർമുസിൽ സ്ഥിതി ഏറെക്കുറെ ശാന്തമാണ്. നാവികോപരോധം ശക്തമായി തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ലെബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 24 പേരും ഗസയിൽ 4 പേരും കൊല്ലപ്പെട്ടു. MC നാസർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നാസർ, എന്തായാലും ഇറാന്റെ മറുപടി എന്താകും എന്നതിൽ ട്രംപ് കാത്തിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നോക്കൂ, ഈ ലെബനനിലടക്കം ആക്രമണം തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഇസ്രായേലിൻ്റേത്. എന്തായാലും ഇറാന്റെ നീക്കം അത് നിർണായകമായിരിക്കും. വിവരങ്ങൾ? തീർച്ചയായിട്ടും ഇറാന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അമേരിക്ക മാത്രമല്ല ലോകവും. കാരണം 14 നിർദ്ദേശങ്ങളിൽ ഇറാൻ എന്ത് തീരുമാനമെടുക്കുന്നുവോ അതിനെ ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകൾ അമേരിക്കക്കും ഇറാനും ഇടയിൽ നടക്കുക. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഈ പ്രകോപനപരമായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഹോർമുസിൽ ഉണ്ടായി എങ്കിൽ പോലും ഇതൊന്നും തന്നെ ചർച്ചയെയോ നിലവിലൊരു കരാർ രൂപപ്പെടുത്താനുള്ള സാധ്യതയോ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നില്ല എന്നാണ് പാക് വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ രണ്ട് സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും നിലവിലുള്ള ഈ ആശയവിനിമയത്തിന് വലിയ തോതിൽ തന്നെ പോറലേൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ലെബനാനിൽ ഇസ്രായേൽ തുടരുന്ന വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ്. ഇന്നലെ മാത്രം 24 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് വെളുപ്പിനും ആക്രമണം തുടരുന്നതായിട്ടാണ് ലെബനാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം ലെബനാനിലെ സംഘർഷം അവസാനിപ്പിക്കുക എന്നത് ഇറാൻ അമേരിക്ക കരാറിന്റെ ഏറ്റവും അഭേദ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന നിലപാടാണ് ഇറാൻ കൈക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നീക്കം മേഖലയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു കരാർ സാധ്യതയെപ്പോലും അട്ടിമറിക്കും എന്ന ഒരു വിലയിരുത്തലിലാണ് ഇറാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അക്കാര്യം ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഹോർമുസ് കടലിടുക്കിൽ അകാരണമായിട്ട് തങ്ങളുടെ 2 കപ്പലുകൾക്ക് നേരെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായത്. ചില മത്സ്യബന്ധന ബോട്ടുകൾ തകർക്കപ്പെട്ടു. അതിലൂടെ ഒരാൾ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ തന്നെ വലിയ കടുത്തൊരു നിലപാടിലേക്ക് ഇറാനെ പ്രേരിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇറാൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചക്കകം എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ വ്യക്തമാക്കിയത് ആ പ്രതികരണം വളരെ പെട്ടെന്ന് തന്നെ തങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. പാകിസ്ഥാനും പ്രതീക്ഷിക്കുന്നത് ആ പ്രതികരണം ഇനി വൈകാൻ സാധ്യതയില്ല എന്നാണ്. എന്തായാലും ഇന്നോ നാളെയോ ആ പ്രതികരണം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും തുടർ ചർച്ചകൾ സംബന്ധിച്ച് ഒരു നീക്കമുണ്ടാവുക. ഇന്നലെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും ശാന്തമാണ്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. തങ്ങളുടെ നാവിക ഉപരോധം അതിശക്തമായി തന്നെ തുടരുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം റഷ്യയും ചൈനയും ഈ പ്രതിസന്ധി ഇനിയും നേടുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കരാറിലേക്ക് ഇറാനും അമേരിക്കയും എത്തിച്ചേരണമെന്ന ഒരു നിലപാട് കൂടി പങ്കുവച്ചിട്ടുണ്ട്. ശരി, MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഹോർമുസ് ഏറെക്കുറെ ശാന്തമാണെങ്കിലും ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും, മറുപടി എന്തായിരിക്കും എന്നത് തന്നെയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.